പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ധ്യാനവേളയിൽ നാം ധ്യാനിക്കുവാൻ പോകുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 21-ാം വാക്യമാണ്. നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ഈ വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് അത്യന്തം ആഴമുള്ള ഒരു ആത്മീയ സത്യമാണ്. മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവീക ശക്തിയുടെ രഹസ്യം ഇവിടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, യേശുതമ്പുരാൻ അത്തിവൃക്ഷത്തെ ശപിച്ച ഒരു സംഭവമാണ് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം. പുറമേ ഇലകളാൽ സമൃദ്ധമായിരുന്നുവെങ്കിലും അതിന് ഫലങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പുറമേ ഒരുപക്ഷെ ഭക്തിയുടെ രൂപമുണ്ടെങ്കിലും ഉള്ളിൽ ആത്മീയ ഫലമില്ലാത്ത മനുഷ്യ ജീവിതത്തിൻ്റെ പ്രതീകമായിരുന്നു യേശുതമ്പുരാൻ ശപിച്ച ആ അത്തിമരം. ഇന്നു നാം നമ്മോട് തന്നെ ചോദിക്കണം, എൻ്റെ ജീവിതം ഫലമുള്ളതാണോ? എൻ്റെ പ്രാർത്ഥനയ്ക്ക് ജീവനുണ്ടോ? എൻ്റെ വിശ്വാസം വെറും ആചാരങ്ങൾ മാത്രമാണോ? അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തിൽ ഉറച്ച വിശ്വാസത്തിൻ്റെ ആശ്രയമാണോ? കർത്താവ് നമ്മെ വിളിക്കുന്നത് പുറം കാഴ്ചയുടെ വിശ്വാസത്തിലേക്കല്ല, ഹൃദയത്തിൽ നിന്നുള്ള ജീവനുള്ള ആ ഒരു വിശ്വാസത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. വിശ്വാസം എന്നത് വെറും വാക്കുകളല്ല. വിശ്വാസം എന്നത് പൂർണ്ണമായ ഒരു സമർപ്പണമാണ്. കാണാത്ത ദൈവത്തിൻ്റെ കൈ പിടിച്ച് നടക്കുന്നതാണ് ആ ഒരു വിശ്വാസം. അബ്രഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കുവാൻ തയ്യാറായത് വിശ്വാസം കൊണ്ടാണ്. പത്രോസ് കടലിൽ നടന്നത് വിശ്വാസം കൊണ്ടാണ്. രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുതമ്പുരാന്റെ വസ്ത്രത്തിൻ്റെ അറ്റം സ്പർശിച്ചത് വിശ്വാസം കൊണ്ടാണ്. വിശ്വാസമുള്ളിടത്ത് അത്ഭുതങ്ങൾ ജനിക്കുന്നു, പ്രിയ ദൈവമക്കളെ. എന്നാൽ യേശുതമ്പുരാൻ ഒരു നിബന്ധന ഇവിടെ പറയുന്നുണ്ട്: സംശയിക്കാതെ. സംശയം വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. സംശയം ആത്മാവിനെ ദുർബലമാക്കുന്ന ഒന്നാണ്. സംശയം പ്രാർത്ഥനയെ തടയുന്ന ഒന്നാണ്. പത്രോസ് കടലിൽ നടക്കുമ്പോൾ ആദ്യം അവൻ യേശുവിനെ നോക്കി, അതിനാൽ അവൻ നടന്നു. പക്ഷേ കാറ്റിനെയും തിരകളെയും നോക്കിയപ്പോൾ അവന് ഉള്ളിൽ ഭയം തോന്നി. അവൻ മുങ്ങുവാൻ തുടങ്ങി. ഇന്നും അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നാം യേശുവിനെ നോക്കുമ്പോൾ സമാധാനം ലഭിക്കുന്നു. നാം പ്രശ്നങ്ങളെ മാത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭയം ഉളവാകുന്നു. സഹോദരങ്ങളെ, കർത്താവ് നമ്മെ വിളിക്കുന്നത് അസാധ്യങ്ങളെ വിശ്വസിക്കാനാണ്. കാരണം ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഒരുപക്ഷെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഒരു വ്യക്തി, ഒരു മനുഷ്യൻ നിരാശയിലാകാം, ജീവിതത്തിൽ തോൽവി അനുഭവിക്കുന്ന ഒരാളാകാം, വളരെ കാലമായി രോഗബാധയിൽ വലയുന്ന ഒരു മനുഷ്യനാകാം, കുടുംബ പ്രശ്നങ്ങളാൽ തകർന്ന ഒരു വ്യക്തിയാവാം. പ്രിയ ദൈവ പൈതലേ, കർത്താവ് നിങ്ങളോട് ഇന്നു പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവത്തിൻ്റെ സമയം ഒരുപക്ഷെ വൈകിയേക്കാം, പക്ഷെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല. സഹോദരങ്ങളെ, നമ്മുടെ സഭയുടെ ആത്മീയ പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം ക്രൂശിലൂടെ കടന്നു പോകുന്ന വഴിയാണെന്നാണ്. ക്രൂശില്ലാതെ ഉയർപ്പില്ല, വേദനയില്ലാതെ മഹത്വവുമില്ല, ഒരു കരച്ചിലില്ലാതെ അവിടെ ആശ്വാസവുമില്ല. പരിശുദ്ധ കുർബാനയിൽ ഓരോ തവണയും നാം കാണുന്നത് ഇതാണ്: അപ്പം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു, വീഞ്ഞ് ക്രിസ്തുവിൻ്റെ രക്തവുമാകുന്നു. മനുഷ്യന്റെ കണ്ണുകൾക്ക് അതൊരു പക്ഷേ ഒരു സാധാരണ അപ്പവും വീഞ്ഞുമാണ്. പക്ഷേ വിശ്വാസത്തിൻ്റെ കണ്ണുകൾക്ക് അത് ജീവനുള്ള ക്രിസ്തുവാണ്. അതാണ് വിശ്വാസത്തിൻ്റെ രഹസ്യം, പ്രിയ ദൈവമക്കളെ. വിശ്വാസമുള്ളവൻ
പ്രാർത്ഥന ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. വിശ്വാസമുള്ളവൻ അവൻ തൻ്റെ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. വിശ്വാസമുള്ളവൻ ഇരുട്ടിലും അവൻ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കും. ഇയ്യോബിന് എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവൻ പറഞ്ഞത്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നാണ്. ഇതാണ് യഥാർത്ഥ വിശ്വാസം സഹോദരങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഫലമില്ലാതാകുമ്പോൾ ദൈവം നമ്മെ വിളിക്കുന്നത് മാനസാന്തരത്തിലേക്കാണ്. അത്തിവൃക്ഷം ശപിക്കപ്പെട്ടത് അതിൽ ഫലങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്നതിനാലാണ്. ദൈവം ഇന്ന് നമ്മോട് ചോദിക്കുന്നു, സ്നേഹത്തിൻ്റെ ഫലം എവിടെ? നിന്നിലെ ക്ഷമയുടെ ഫലം എവിടെ? നിന്നിലെ പ്രാർത്ഥനയുടെ ഫലം എവിടെ? നിന്നിലെ ആ വിശുദ്ധിയുടെ ഫലം എവിടെ? നമ്മുടെ ജീവിതം ആത്മീയ ഫലങ്ങൾ കൊണ്ട് നിറയണം പ്രിയ ദൈവമക്കളെ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നന്നായി നമ്മെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം, അങ്ങനെ പോകുന്നു ആ പട്ടിക. ഇവയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വെറും പുറം കാഴ്ചകളായി മാത്രം മാറും. ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് പ്രിയ ദൈവമക്കളെ. പക്ഷെ അവൻ അന്വേഷിക്കുന്നത് വിശ്വസിക്കുന്ന ഹൃദയങ്ങളെയാണ്. പ്രാർത്ഥനയിൽ നാം ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. കാത്തിരിപ്പിൽ നാം ഒരിക്കലും തളരുകയുമരുത്. കണ്ണുനീർ നിറഞ്ഞ രാത്രികൾക്ക് ശേഷം ദൈവം നല്ല ഒരു പ്രഭാതം നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നുണ്ട് എന്ന ഒരു വിശ്വാസം എപ്പോഴും നമ്മെ ഭരിക്കണം പ്രിയ ദൈവമക്കളെ. കുരിശിൻ്റെ വഴി അവസാനം അത് ഉയർപ്പിലേക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് നമ്മുടെ ഹൃദയം ദൈവത്തിനു മുൻപിൽ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ അവിശ്വാസത്തെ തമ്പുരാനെ അവിടുന്ന് സഹായിക്കണമേ. ഈ ഒരു പ്രാർത്ഥന മതി, ദൈവം പ്രവർത്തനം ആരംഭിക്കും. നമുക്ക് വിശ്വാസത്തോടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയ ദൈവമക്കളെ. കർത്താവായ യേശുവേ, സംശയങ്ങളിൽ വീഴുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഭയപ്പെടുന്ന ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. പ്രാർത്ഥനയിൽ സ്ഥിരത നൽകണമേ. ഞങ്ങളുടെ ജീവിതം ആത്മീയ ഫലങ്ങളാൽ നിറയുമാറാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രോഗികളായവരെ അവിടുന്ന് സൗഖ്യമാക്കണമേ. നിരാശരായവർക്ക് പ്രത്യാശ നൽകണമേ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം അവിടുന്ന് വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധ മാതാവായ മറിയമ്മേ, വിശ്വാസത്തിൻ്റെ വഴിയിൽ ഞങ്ങൾക്കായി മധ്യസ്ഥം വഹിക്കുമാറാകണം. സകല പരിശുദ്ധന്മാരും പരിശുദ്ധമതികളുമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.